എൻ്റെ പേര് ഡോക്ടർ ഹേമലത. ഞാൻ SUT ഹോസ്പിറ്റൽ പട്ടം ഇൻറ്റേർണൽ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ സീനിയർ കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. വേൾഡ് തൈറോയിഡ് ഡേ 2026 അടുത്ത് വരികയാണ്. അപ്പോൾ നമുക്കതിനോടനുബന്ധിച്ച് കുറച്ചൊരു തൈറോയിഡിനെ കുറിച്ചുള്ള അവയർനെസ് എടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം. തൈറോയിഡ് ഡിസീസസ് എന്ന് പറയുന്നത് വളരെ കോമൺ ആണ്. പ്രത്യേകിച്ചും സ്ത്രീകളിലും കുറച്ച് പ്രായം കൂടുന്ന ആൾക്കാരിലും ഈ ഒരു മച്യൂർ ആകാൻ പ്രായത്തിലുള്ള കുട്ടികളിലുമൊക്കെ വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന അസുഖമാണ് തൈറോയിഡിൻ്റെ അസുഖങ്ങൾ. തൈറോയിഡിൻ്റെ അസുഖങ്ങൾ യഥാർത്ഥത്തിൽ ചിലപ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന ലക്ഷണങ്ങളോടുകൂടി വരാം. ഉദാഹരണത്തിന് സ്ട്രെസ്സ്, അല്ലെങ്കിൽ ഭയങ്കര ടയേർഡ്, വീക്ക്നെസ്, ഇനി രക്തക്കുറവാണോ അതുപോലുള്ള എന്തെങ്കിലും കണ്ടീഷനാണോ എന്നൊക്കെ നമുക്ക് സംശയിക്കേണ്ട സാഹചര്യത്തിൽ ചിലപ്പോൾ തൈറോയിഡ് ഡിസീസസ് വരാം. കാലിൽ നീര്, മെൻസ്ട്രൽ ഇറഗുലാരിറ്റി, അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള വെയിറ്റ് ലോസ് അല്ലെങ്കിൽ വെയിറ്റ് ഗെയിന്, പിന്നെ നെഞ്ചിടിപ്പ്, ശ്വാസം മുട്ടൽ, സ്റ്റെപ്പ് കയറുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകൾ, ക്ഷീണം, കോൺസെൻട്രേഷൻ ഇല്ലായ്മ, ഇങ്ങനെ പല തരത്തിലുള്ള ഒരു അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള കുറച്ച് സിംറ്റംസ് ആയിട്ടാണ് ഇത് പ്രസൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഒരു ചെറിയ ടെസ്റ്റുകളിലൂടെ ഇത് കണ്ടുപിടിക്കാൻ പറ്റും. അത് മാത്രമല്ല, ഇപ്പോൾ തൈറോയിഡിൻ്റെ ടെസ്റ്റുകൾ എന്ന് പറയുന്നത് വളരെയധികം അവൈലബിൾ ആണ് എല്ലായിടത്തും. ഉദാഹരണത്തിന് നമുക്ക് ഒരു ലാബിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫാസ്റ്റിംഗ് സ്റ്റേറ്റിൽ നമുക്ക് നമ്മുടെ TSH ലെവലും ഫ്രീ T4, T3 തുടങ്ങിയ ഹോർമോണുകളും ടെസ്റ്റ് ചെയ്യാം. ഈ ഒരു സ്ക്രീനിങ് ടെസ്റ്റിലൂടെ തന്നെ നിങ്ങൾക്ക് തൈറോയിഡിന് എന്തെങ്കിലും ചെറിയ പ്രശ്നമുണ്ടോ എന്ന് കണ്ടുപിടിക്കാവുന്നതാണ്. പിന്നെ അതിൻ്റെ അപ്പുറം ഉള്ള ടെസ്റ്റുകൾ നിങ്ങൾ ഡോക്ടർ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം. ഉദാഹരണത്തിന് TPO ആൻറ്റിബോഡി, പിന്നെ അൾട്രാസൗണ്ട് നെക്ക് ആൻഡ് തൈറോയിഡ്, ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി അഥവാ തൈറോയിഡിൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും തന്നെ ഈ അസുഖം എന്ന് പറയുന്നത് ഒരു ചെറിയ ഹോർമോൺ സപ്ലിമെൻറ്റേഷനിലൂടെയോ അല്ലെങ്കിൽ ആൻറ്റി തൈറോയിഡ് ഹോർമോൺസിൻ്റെ ട്രീറ്റ്മെൻറ്റിലൂടെയോ എന്തെങ്കിലും ചെറിയ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് തന്നെ വളരെ കാര്യമായിട്ട് തന്നെ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. നോർമൽ ലൈഫ് ജീവിക്കാനും പറ്റും. അതുപോലുള്ള ഒരു വളരെ എളുപ്പത്തിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന അസുഖങ്ങളാണ് തൈറോയിഡിനുണ്ടാകുന്നത് കോമൺലി. പിന്നെ അൺകോമൺ ആയിട്ടുണ്ടാകുന്ന ചില അസുഖങ്ങൾ എന്ന് പറയുന്നത് ക്യാൻസർ പോലും, മുഴകൾ പോലെയും സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് വേണ്ടതും കുറച്ച് സ്പെസിഫൈഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് വേണ്ടതുമാണ്. അതും നിങ്ങളുടെ ബേസിക് ടെസ്റ്റുകളിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ തൈറോയിഡിൻ്റെ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുക, വൈദ്യോപദേശം തേടുക. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.